KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. രാവിലെ 4 മണിക്കാണ് ആശുപത്രി വിട്ടത്. മന്ത്രി പത്തനംതിട്ടയിലെ വീട്ടിലേക്കാണ് തിരിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത്. അതേസമയം മന്ത്രിക്ക് പരിക്കേറ്റ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ റെയിൽവേ പോലീസ് കോടതിയിൽ സമർപ്പിച്ചേക്കും. ദൃശ്യങ്ങൾ എങ്ങനെയെങ്കിലും പരസ്യപ്പെടുത്താൻ കോൺഗ്രസും നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, മന്ത്രി ആശുപത്രി വിട്ടിരിക്കുന്നു. മന്ത്രി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നടപടിയെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ. അനീഷ, മന്ത്രി ഇന്നലെ തന്നെ ഇക്കാര്യം ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് ആശുപത്രി വിടണം, തിരുവനന്തപുരത്തേക്ക് പോകണം എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ആവശ്യം. ഇത് പ്രകാരം ഇന്നലെ രാത്രി തന്നെ മെഡിക്കൽ ബോർഡ് ഇക്കാര്യത്തിനകത്തൊരു തീരുമാനമെടുത്തിരുന്നു. ഡിസ്ചാർജ് ചെയ്യാം, പരിശോധന നടത്തിയ ശേഷം ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ പരിശോധന നടന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല. പുലർച്ചെ 4 മണിയോടുകൂടി മന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ പത്തനംതിട്ടയിലെ വീട്ടിലേക്കാണ് മന്ത്രി പോവുക. അത് കഴിഞ്ഞ് തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. ആദ്യം എന്തായാലും പത്തനംതിട്ടയിലെ മന്ത്രിയുടെ വീട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ രഹസ്യമായിട്ടാണ് ഈ പുലർച്ചെ തന്നെ മന്ത്രി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വലിയ മാധ്യമ ശ്രദ്ധ നേടിയ സംഭവത്തിനകത്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് മന്ത്രി മടങ്ങിയിരിക്കുന്നത്. ആദ്യം പത്തനംതിട്ടയിലെ വീട്ടിലേക്കും അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്കും മാറുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്നലെ രാത്രി മന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങണമെന്നുള്ള നിർദ്ദേശം ആശുപത്രി അധികൃതരോട് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ മെഡിക്കൽ ബോർഡിന്റെ ഒരു അടിയന്തര യോഗം ചേർന്നു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. പിന്നാലെയാണ് മന്ത്രിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ ഇത്ര പുലർച്ചെ മന്ത്രി പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. അതിനിടെയാണ് ഇന്ന് പുലർച്ചെ രാവിലെ 4 മണിയോടുകൂടി മന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുന്നത്.